നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മക്രോണിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മക്രോണി എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. നല്ലോണം തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്ത് വെള്ളം ഊറ്റിയിട്ട് അപ്പം തന്നെ കുറച്ച് വെള്ളത്തിൽ സാധാരണ നോർമൽ വെള്ളത്തിലൊന്ന് ആക്കി കൊടുക്കണം. എന്നാലും നമുക്കിത് ഒട്ടാണ്ട് ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 3 മുട്ടയാണ്. 3 മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് അതൊന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവാള ചെറുതായി അരിഞ്ഞ് വെച്ച്, പിന്നെ ഒരു തക്കാളി അതും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂണ് സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വീതം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഓയിൽ, കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉള്ളി വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പുതിനയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ല അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ. ഇനി നമുക്ക് നമ്മളെ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുട്ടക്കും ഇതിനും വേണ്ടുന്ന ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നമുക്ക് പൊടികൾ ഇട്ട് വെക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് പോണം. പൊടികളെല്ലാം പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, അരിഞ്ഞ് വെച്ച്. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിൽ നമ്മൾ ഈ സ്റ്റേജിൽ നമുക്കത് എടുത്ത് വെച്ചാൽ നമുക്ക് എഗ് കീമയായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ചപ്പാത്തിക്ക്, പൊറോട്ടക്ക്, ചോറിന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇതിൽ ചേർക്കാൻ പോകുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മളെടുത്ത് വെച്ച ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. സോസും കൂടി നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ ഉപ്പൊന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. ഉപ്പെല്ലാം നല്ല പാകത്തിനുണ്ട്. അപ്പോൾ നമ്മൾ എഗ് കീമ മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ എഗ് കീമ മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു സാധനമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി എല്ലാ ഡിന്നറിന് വേണമെങ്കിലും ഇത് രാത്രിക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.